പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് പ്രധാന ആചാര്യൻ്റെ വീട്ടിൽ നിന്ന് യേശുവിനെ കൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം: പീലാത്തോസിൻ്റെ മുമ്പിലേക്ക്. നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം: നീ തന്നെ പറയുന്നുവല്ലോ. ജനപ്രമാണികളുടെ സംഘം യേശുവിൻ്റെ മേൽ ചുമത്താൻ തുടങ്ങിയ കുറ്റങ്ങൾ എന്തെല്ലാം? ഉത്തരം: ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞതെന്ത്? ഉത്തരം: ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശു എവിടെയെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്നാണ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും നിർബന്ധപൂർവം പറഞ്ഞത്? ഉത്തരം: ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും. യേശു ഗലീലിയക്കാരനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് യേശുവിനെ അയച്ചത് എവിടേക്ക്? ഉത്തരം: ഹേറോദോസിൻ്റെ അടുത്തേക്ക്. ആ ദിവസങ്ങളിൽ ഹേറോദോസ് എവിടെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: ജെറുസലേമിൽ. ഹേറോദോസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് എന്തുകൊണ്ട്? ഉത്തരം: യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ഹേറോദോസ് ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നതുകൊണ്ട്. ഹേറോദോസ് എന്ത് കാണാം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഉത്തരം: യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം. ഹേറോദോസ് ചോദിച്ചതിനൊക്കെ യേശു പറഞ്ഞ ഉത്തരമെന്ത്? ഉത്തരം: യേശു ഉത്തരം ഒന്നും പറഞ്ഞില്ല. യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് ആവേശപൂർവം ചുറ്റും നിന്നിരുന്നത് ആര്? ഉത്തരം: പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. ഹേറോദോസ് ആരോട് ചേർന്നാണ് യേശുവിനെ നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തത്? ഉത്തരം: പടയാളികളോട് ചേർന്ന്. ഹേറോദോസ് എപ്രകാരമാണ് യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്? ഉത്തരം: പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്. അന്നു മുതൽ ആരാണ് പരസ്പരം സ്നേഹിതന്മാരായത്? ഉത്തരം: ഹേറോദോസും പീലാത്തോസും. മുമ്പ് ശത്രുതയിൽ കഴിഞ്ഞിരുന്നത് ആരെല്ലാം? ഉത്തരം: ഹേറോദോസും പീലാത്തോസും. പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും യേശുവിനെ തൻ്റെ മുൻപിൽ കൊണ്ടുവന്നത് എന്തു പറഞ്ഞാണ് എന്നാണ് പീലാത്തോസ് അവരെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞത്? ഉത്തരം: ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന്. ഹേറോദോസ് എന്തുകൊണ്ട് യേശുവിനെ തൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: യേശുവിൽ കുറ്റമൊന്നും കാണാത്തതിനാൽ. എന്തർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: മരണശിക്ഷ. യേശുവിനെ എപ്രകാരം വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: ചെമ്മട്ടി കൊണ്ടടിപ്പിച്ച്. യേശുവിനെ ചെമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ ഇവനെ കൊണ്ടുപോകുക, ആരെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നാണ് എല്ലാവരും ഏകസ്വരത്തിൽ ആക്രോശിച്ചത്? ഉത്തരം: ബറാബാസിനെ. എന്തു കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ്? ഉത്തരം: പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും. യേശുവിനെ വിട്ടയക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി സംസാരിച്ചെങ്കിലും എല്ലാവരും വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം:
ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന്. പീലാത്തോസ് 3-ാം പ്രാവശ്യവും എല്ലാവരോടുമായി ചോദിച്ചത് എന്ത്? ഉത്തരം: അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു എന്ന്. പുരോഹിത പ്രമുഖന്മാരുടെയും നേതാക്കന്മാരുടെയും ജനത്തിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി പീലാത്തോസ് ചെയ്തത് എന്ത്? ഉത്തരം: ബറാബാസിനെ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്തു നിന്ന് ആ വഴി വന്നത് ആര്? ഉത്തരം: കീറേനക്കാരനായ ശിമയോൻ. കീറേനക്കാരനായ ശിമയോനെ എല്ലാവരും ചേർന്ന് നിർബന്ധിച്ചത് എന്തിന്? ഉത്തരം: കുരിശു ചുമലിൽ വച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ. കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്ന യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നത് ആര്? ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളിക്കുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും. തൻ്റെ പിന്നാലെ വന്നവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ആർക്കെല്ലാം ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും. യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം ഏത്? ഉത്തരം: തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം. യേശുവിനോടൊപ്പം വധിക്കാൻ കൊണ്ടുപോയ 2 കുറ്റവാളികളെ കുരിശിൽ തറച്ചത് എവിടെ? ഉത്തരം: ഒരുവനെ യേശുവിൻ്റെ വലതുവശത്തും ഇതരരെ ഇടതുവശത്തും. കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. എന്തിനു വേണ്ടിയാണ് അവർ കുറിയിട്ടത്? ഉത്തരം: യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് എന്തു കൊടുത്തുകൊണ്ടാണ് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം: വിനാഗിരി. പടയാളികളിൽ അടുത്തു വന്ന് വിനാഗിരി കൊടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഉത്തരം: നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന്. യേശുവിൻ്റെ തലയ്ക്കുമീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്ത്? ഉത്തരം: ഇവൻ യഹൂദരുടെ രാജാവ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയെ ശകാരിച്ചതിനു ശേഷം അപരൻ യേശുവിനോട് പറഞ്ഞതെന്ത്? ഉത്തരം: യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ എവിടെയായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: പറുദീസായിൽ. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ ഏകദേശം എത്ര മണിക്കൂറായിരുന്നു? ഉത്തരം: 6 മണിക്കൂർ. എത്ര മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്? ഉത്തരം: 9 മണിക്കൂർ വരെ. ഉച്ചത്തിൽ എന്തു നിലവിളിച്ചുകൊണ്ടാണ് യേശു ജീവൻ വെടിഞ്ഞത്? ഉത്തരം: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ആരാണ് ദൈവത്തെ സ്തുതിച്ച് ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം: ശതാധിപൻ. ആലോചന സംഘത്തിലെ നല്ലവനും നീതിമാനുമായ മനുഷ്യൻ ആര്? ഉത്തരം: അരിമത്ഥ്യക്കാരൻ ജോസഫ്. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന ജോസഫ് പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ച് അത് താഴെ ഇറക്കി സംസ്കരിച്ചത് എവിടെ? ഉത്തരം: പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നേവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ. ഗലീലയിൽ നിന്ന് യേശുവിനൊപ്പം വന്ന സ്ത്രീകൾ
എന്ത് തയ്യാറാക്കി വച്ചതിനു ശേഷമാണ് സാബത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചത്? ഉത്തരം: സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും.